നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ. ഒന്നാമതായി നമ്മളൊന്നുകിൽ വാപ്പയാണ്, അല്ലെങ്കിൽ കാർണോറാണ്, മൂത്ത സഹോദരനാണ്, അല്ലെങ്കിൽ ഉസ്താദാണ്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് മൈക്കിലൂടെ പ്രസംഗിച്ച് തീർത്തിട്ട് അയാളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കില്ല. ഇഖാമത്ത് കൊടുക്കുമ്പോൾ കയറി ഇമാമത്തായി നിന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് ഞാൻ വിചാരിക്കലാണോ? ഇമാമ് എന്ന് പറഞ്ഞാൽ, ഉസ്താദ് എന്ന് പറഞ്ഞാൽ, പ്രഭാഷകൻ എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കുമുണ്ട് ഉത്തരവാദിത്വം. ഇങ്ങനെ നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ചില പദവികളുണ്ടല്ലോ, ആ പദവികൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഉത്തരവാദിത്വത്തെ നമ്മൾ കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യും. അതിൻ്റെ പേരിൽ വരാൻ പോകുന്ന സമുദായത്തിലെ വീഴ്ചകൾക്ക് നമ്മൾ കൃത്യമായി പടച്ചവൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. നാളെ ഖിയാമത്ത് നാളിൽ ഒരു പറ്റം ആളുകൾ നരകത്തിന് വിധേയരാക്കപ്പെടുമ്പോൾ അവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടുന്ന സമയത്ത് അവർ വിളിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ജയിലിലേക്ക് പോകുന്ന ആളുകളോട് പത്രക്കാർ ഇങ്ങനെ മൈക്ക് നീട്ടിപ്പിടിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളില്ലേ. കൊലക്കയറിലേക്ക് പോകുന്ന ആളോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ, ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അല്ലാഹു തആല പറയുന്നത്. എന്താ അവർ പറയുന്നത്? റബ്ബനാ ഇന്നാ അതഅനാ സാദത്നാ വകുബറാഅനാ ഫഅദല്ലൂന സബീല. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ മഹല്ലിൽ, ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന, മുമ്പിൽ നടന്നിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ വരച്ച വരയിലൂടെ, അവർ തെളിച്ച വഴിയിലൂടെ, അവരുടെ പിന്നിൽ ഞങ്ങൾ അവരെ പിന്തുടർന്നങ്ങ് നടന്നതാ പടച്ചോനെ. അല്ലാതെ ഞങ്ങളായിട്ടല്ലല്ലോ ഇന്ന ക്യാമ്പസ് തിരഞ്ഞെടുത്തത്. അങ്ങനെ വേണേൽ അർത്ഥം വെക്കാം ഈ സ്റ്റേറ്റ്മെൻറ്റിന്. ഇന്ന സ്കൂളിൽ ഞങ്ങളെ ചേർത്തത് അവരല്ലേ, ഞങ്ങളല്ലല്ലോ. ഇന്ന ആളുകളോടൊപ്പം പാടില്ലാത്ത കൂട്ടുകെട്ടിന് പോയപ്പോൾ അതിൽ നിന്നും നിയന്ത്രിക്കാനോ നേർവഴിയിലേക്ക് തിരിച്ചുവിടാനോ അവരല്ലേ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, ഞങ്ങളല്ലല്ലോ. അവരല്ലേ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. കാര്യങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചിട്ട് കൃത്യമായി കണക്ക് കൂട്ടി നേർവഴിയിൽ നടക്കാൻ പക്വതയുള്ള പ്രായമെത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സ് അങ്ങുമിങ്ങും അബദ്ധസഞ്ചാരം നടത്തിയപ്പോൾ ഈ പ്രായവും പക്വതയും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന കുടുംബത്തിലെ നായകന്മാർ ഞങ്ങളെ നിയന്ത്രിക്കേണ്ടിയിരുന്നില്ലേ? ന്യായമല്ലേ? നിയന്ത്രിക്കേണ്ടിയിരുന്നില്ലേ? എന്തുകൊണ്ട് അവരങ്ങനെ നിയന്ത്രിച്ചില്ല? അതുകൊണ്ട് റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. അതുകൊണ്ട് പടച്ചവനെ, നീ അവർക്ക് ഡബിൾ ശിക്ഷ കൊടുക്കണം, 2 ശിക്ഷ കൊടുക്കണം. അവർക്ക് ശക്തമായ ശിക്ഷ നീ കൊടുക്കണം. കാരണം ഞങ്ങൾ ഈ ഗതികേടിലായിപ്പോയതിൻ്റെ കാരണക്കാർ അവരാണ് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തെ പടച്ചവൻ അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഓതിക്കേൾപ്പിച്ചു തരാണ് പ്രിയപ്പെട്ടവർ. ഇതിങ്ങനെ എല്ലാ വർഷവും മിക്കവാറും നമ്മൾ പ്രസംഗത്തിൽ പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫലം എത്രത്തോളം നമ്മളുടെ വാക്കുകളിലും പെരുമാറ്റങ്ങളിലും പ്രവർത്തനങ്ങളിലും കുടുംബത്തിൽ തിളങ്ങിക്കാണുന്നുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളുടെ പ്രിയപ്പെട്ട പുതിയ തലമുറയോട് നല്ല സംസാരത്തിലൂടെ, നല്ല ഇടപഴകലിലൂടെ, നല്ല വർത്തമാനത്തിലൂടെ, നല്ല സമീപനങ്ങളിലൂടെ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, ദീനിലേക്ക് ക്ഷണിക്കണം, ദീനിൻ്റെ മാഹാത്മ്യത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് ഏതെങ്കിലും നല്ലൊരു ഉസ്താദിനെ കൊണ്ടിരുത്തിയിട്ട് വഅദ് പറയിപ്പിക്കൽ മാത്രമല്ല. അങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഖുർആൻ ക്ലാസ് എടുപ്പിക്കലും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കലും മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു മാതാവിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മൂത്ത സഹോദരങ്ങളെയോ കാരണവന്മാരെയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗപ്പെടുത്തി ഈ മനസ്സുകളെയും ബുദ്ധിയെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അഹോരാത്രം പണിയെടുക്കണം.
അതിൻ്റെ അപ്പുറത്തേക്ക് മലയാള ഭാഷയിൽ എന്തെങ്കിലും പ്രയോഗം ഉണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാനത് പറയാം. അഹോരാത്രം പണിയെടുക്കണം. അതിൽ നമ്മൾ പുലർത്തേണ്ട ഒരു നയമെന്ന് പറയുന്നത് നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ്. ഒരാളുടെ പടിവാതിലിൽ എത്ര പ്രാവശ്യം പോയി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 10 പ്രാവശ്യമാണോ പ്രിയപ്പെട്ടവരെ? ചരിത്രം എഴുതിയിട്ടുണ്ട് 1500-ലധികം പ്രാവശ്യം. ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലും നന്നാവൂല എന്ന് നമുക്കൊക്കെ വിധി പറയാൻ കഴിയുന്ന സാക്ഷാൽ അബൂജഹലിൻ്റെ പടിവാതിലിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ടുണ്ട്. അബൂജഹലിൻ്റെ പടിവാതിലില്ലേ? ഏതായാലും നമ്മുടെ മക്കൾ അബൂജഹലിൻ്റെ അത്രയും പടക്കൊന്നും ആയിട്ടില്ലല്ലോ ഇപ്പോൾ എന്ന് വിചാരിക്കുക. അള്ളാഹു അങ്ങനെയൊക്കെ ആക്കി തീർക്കുമാറാകും. എങ്ങനെ ആക്കി തീർക്കട്ടെ? അബൂജഹലിനെ പോലെ ആക്കാനല്ല, വടക്കാക്കാത്ത നിലയിൽ നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞു. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ദീനിൻ്റെ വഴിയിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്താ ചെയ്തത്? ഹേയ്, സമയമായി, ഇതുവരെ എണീച്ചില്ല, പോത്തെ എണീക്കടാ. രാവിലെ നമ്മൾ ചെയ്യുന്ന ദീനീ പ്രബോധനമാണ്, ദീനീ പ്രവർത്തനം. അതാ നമ്മുടെ ദീനീ പ്രബോധനം. എന്താ? സുബഹിസ്കാരത്തിൻ്റെ സമയത്ത് പാവം പൂണിപ്പൊതച്ച് കടന്നുറങ്ങുന്ന സാധുവിൻ്റെ അടുക്ക പോയി പറ്റുമെങ്കിൽ കാലുകൊണ്ടൊരു തഴി. നമ്മൾ അങ്ങനെയാണല്ലോ പരിചയം. മൻ റഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദിഹി. ഒരു തെറ്റ് കണ്ടാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് നമ്മൾ കൈകൊണ്ട് തടുക്കണമെന്നാണ്. നമ്മളങ്ങ് അമൽ ചെയ്യുക. എല്ലാ വാപ്പന്മാരും കാരണവന്മാരും ഇക്കാക്കന്മാരും അമൽ ചെയ്യുക. ആദ്യം കൈകൊണ്ടാണ് തടുക്കുന്നത്. കൈകൊണ്ട് തടുക്കുമ്പം പാവം കൊള്ളുന്ന ഓൻ്റെ ശബ്ദം കൊണ്ട് മാത്രം അടികൊണ്ടു നമുക്ക് തിരിയാം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഫൈല മെസ്തി ഫബി ലിസാനിഹി. അതിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നാവ് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞു പോത്തെ, മറ്റേ മോനെ, മറിച്ചേ മോനെ. മൂന്നാമത്തതോ മനസ്സുകൊണ്ട് വെറുക്കണമെന്നാണ്. അതും നമ്മളങ്ങ് അമൽ ചെയ്യുന്നുണ്ട്. ഓനെൻ്റെ മോനേ അല്ല, അങ്ങ് തീരുമാനിച്ചു നമ്മൾ. ഓനെൻ്റെ മോനേ അല്ല, ഓന് പടി ചവിട്ടണ്ട, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നോനിന് കഴിക്കാൻ കൊടുക്കേ വേണ്ട, ഓനെ പുറത്താക്കണം. എന്താ കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലേ മനസ്സുകൊണ്ട് വെറുക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ചിന്തിച്ചോണം. ഞാൻ ഖുർആനും ഹദീസും ഒക്കെ അർത്ഥം വെച്ചിട്ട് കാര്യം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ പെണ്ണുങ്ങളോട്, ഭാര്യ രാവിലെ കിടന്നുറങ്ങുകയാണ്, 1-2 പ്രാവശ്യം നമ്മൾ വിളിക്കാൻ ശ്രമിച്ചു, എണീക്കുന്നില്ലെങ്കിൽ ഇതേ മാതിരി നമ്മൾ പോയി കാലുകൊടുത്തടുത്ത് പോത്തെ എണീച്ച് പോത്ത് പോലെ വളർന്ന് വണ്ണം വെച്ചിട്ട് മൂടി പൊതച്ച് കിടക്കും, ഒന്ന് പോയിട്ട് പർദ്ദസ്കരിക്കും, പല്ലേക്ക്. പോത്തേന്ന് വിളിക്കുമ്പം നിന്നോടൊരു ചോദ്യം, അല്ലടാ ഇത്രയും നല്ല പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പോത്തിനെയാ എന്ന് നിന്നോടൊരു ചോദ്യം ഉണ്ടല്ലോ അല്ലേ? ഒരു പോത്തിന്, അയ്യേ നാണക്കേട്. ഇതുപോലെ മറ്റേ മോനെ മറിച്ചേ മോനെ എന്ന് വിളിക്കുമ്പം അത് ആരുടെ മോനാ? എൻ്റെ മോനല്ലേ. ഞാൻ മറ്റേ മോനെ മറിച്ചേ മോനെ എന്ന് പറയുന്നത് പള്ളിയിലിരുന്ന് താലീമിൻ്റെ സദസ്സിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ആ പ്രയോഗം നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിൻ്റെ മകനല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അപ്രോച്ച്, നമ്മളുടെ സമീപനം വളരെ നന്നാക്കണം.